നമ്മൾ പപ്പീനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഓടിപ്പോയിട്ട് ഏറ്റവും ആക്റ്റീവായ പപ്പീസിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കരുത്. നോക്ക് ഈ ഡോഗ് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ലിറ്റർ എന്ന് പറയുക. അതിലൊരു ആൽഫ മെയിൽ അല്ലെങ്കിൽ ആൽഫ ഫീമെയിൽ ഉണ്ടാവും. ഈ പപ്പിനെ ശ്രദ്ധിച്ചു, ഇതൊരു ആൽഫ ഫീമെയിലാണ്, കണ്ടില്ലേ? അത് മറ്റ് ഡോഗ്സിനെയൊക്കെ കടിച്ചു തക്കണം. ഇവനായിരിക്കും ആ പാക്ക് ലീഡർ. ഇങ്ങനെയുള്ള ഡോഗ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇവനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഈ ഡോഗ്സ് അധികവും അഗ്രസീവ് ആവുന്നത് ഒന്ന് അവൻ്റെ റിസോഴ്സ് ഗാർഡിങ് ആണ്. അവൻ്റെ സാധനങ്ങൾ മറ്റൊരു എടുക്കുകയോ മറ്റോ ചെയ്യുമ്പോഴാണ് ഒന്ന്. രണ്ടാമത് ആവുന്നപ്പോഴാണ് പൊസസീവ്നെസ്സാണ്. അവന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കിട്ടുന്ന സ്നേഹം ഇല്ലാതാവുമ്പോഴാണ് അവൻ അഗ്രസീവ് ആവുന്നത്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഡോഗ്സിനെ കൊണ്ടുവന്ന ഡോഗ്സിന് നമ്മൾ റൂൾസ് നമ്മുടെ വീട്ടിൽ നമ്മൾ നടപ്പിലാക്കണം. അതായത് അവൻ എവിടെ ഇരിക്കണം, അവൻ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കണോ, നമ്മുടെ മേളിലിരിക്കണോ, ഒരു ഗസ്റ്റ് വന്നാൽ എവിടെ ഇരിക്കണം, അവൻ എവിടെയാണ് കിടക്കേണ്ടത്, അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും തീരുമാനിച്ചിരിക്കണം. അതേപോലെ തന്നെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഈ ഡോഗ് നോക്കുമ്പോൾ വന്നിട്ട് അവരെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ അവർ എഴുന്നേറ്റ് നിന്നിട്ട് ആ ബോഡി ലാംഗ്വേജും അവരിതും കണ്ട ഡോഗ്